ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 37 കൃഷ്ണാവതാര പ്രസ്താവം ശ്ലോകം 7. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോഥ സമ്മാനയന്നേതൗ സൂതതയാ ഗതഃ പഥിരഥേ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിതഃ സംത്രാസാത് സതു ഹന്തുമന്തികഗദാം തന്വീം കൃപാണീമഥാത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ഉദ്വാഹാവസിതൗ ചേർത്തിട്ട് ഉദ്വാഹാവസിതൗ തദീയ സഹജ അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. കംസ അഥ ചേർത്തിട്ട് കംസോഥ ഥ എന്നുള്ളത് കഥ എന്നുള്ളതിലത്തെ ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. സമ്മാനയൻ ഏതൗ ചേർത്തിട്ട് സമ്മാനയന്നേതൗ സൂതതയാ ഗത അവിടെയും വിസർഗം, അപ്പോൾ വിസർഗം പറയണം. പഥിരഥേ പഥിരഥേ രണ്ട് സ്ഥലത്തുള്ള ഥാന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കഥ എന്നൊക്കെ ഉള്ളതിലത്തെ ഥ എന്നാണ്. വ്യോമോത്ഥയാ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വത് ഗിര ചേർത്തിട്ട് ത്വദ്ഗിര ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വദ്ഗിര അസ്യ സ്ത്വാം അതിദുഷ്ടം അഷ്ടമസുതോ ചേർത്ത് ചൊല്ലുമ്പോൾ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്ത ഇതി ഹന്തേതി ഹന്ത ഈരിത ചേർത്തിട്ട് ഹന്തേരിത അവിടെ വിസർഗമുണ്ട്. സംത്രാസാത് എന്ന എഴുതിയിട്ടുണ്ടാവുക, ത് എന്ന് ഉച്ചരിക്കണത്. സംത്രാസാത് സ തു ഹന്തും അന്തികഗദാം ഹന്തും അന്തികഗദാം ചേർത്തിട്ട് ഹന്തുമന്തികഗദാം തന്വീം കൃപാണീം അഥാത് ചേർത്ത് ചൊല്ലുമ്പോൾ കൃപാണീമഥാത് ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അങ്ങനെ നിർത്താം. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോഥ സമ്മാനയന്നേതൗ സൂതതയാ ഗതഃ പഥിരഥേ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിതഃ സംത്രാസാത് സതു ഹന്തുമന്തികഗദാം തന്വീം കൃപാണീമഥാത്. അടുത്തത് 8ാമത്തെ ശ്ലോകം. ഗൃഹാനശ്ചികുരേഷു താം ഖലമതിശൗരേശ്ചിരം സാന്ത്വനൈർനോ മുഞ്ചൻ പുനരാത്മചാർപ്പണഗിരാ പ്രീതോത്ഥയാതോ ഗൃഹാൻ. ആദ്യം ത്വത്സഹജം തഥാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേ കഥാ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ഗൃഹാന നമ്മൾ നിറയെ മുന്നേയുള്ള ശ്ലോകങ്ങളിൽ ഈ വാക്ക് പഠിച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. അത് ഗൃഹാന ഹ് ണ എന്നാണ് എഴുതിയിരിക്കുന്നത് വെച്ചാലും നമ്മളത് ഉച്ചരിക്കുമ്പോൾ ണ ഹ എന്ന് വരണം. ഗൃഹാന ചികുരേഷു ചികുരേഷു അത് ചേർത്ത് ചൊല്ലുമ്പോൾ ചി എന്നാവും. താം ഖലമതി അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ ഖലമതി എന്ന് ചൊല്ലുകയാണെങ്കിൽ ശൗരേശ്ചിരം ഒരു ഷാന്ന് മതി. ച എന്നുള്ളത് ഷാ ച എന്നാണ്. ചേർത്ത് ചൊല്ലുമ്പോൾ ഷാന്ന് ഡബിളായിട്ട് ചൊല്ലണം. ശൗരേശ്ചിരം സാന്ത്വനൈർ നോ മുഞ്ചൻ മുഞ്ചൻ ഞാ ച എന്നാണ് ഇവിടെ
സ്ഥിരം എന്നുള്ളതിന് ശ ച എന്നാണെങ്കിൽ മുഞ്ചൻ എന്നുള്ളതിന് ഞാ ച എന്നാണ്. പുനരാത്മജാർപ്പണഗിര പ്രീത അഥ പ്രീതോത്ഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. യാതോ ഗൃഹാൻ. ഇവിടെ സാന്ത്വനയിർന്നോ മുഞ്ചൻ ചേർത്ത് ചൊല്ലുമ്പം നാന്ന് മെല്ലെ ഊന്നി ചൊല്ലണം. നോ മുഞ്ചൻ അങ്ങനെ ചൊല്ലണം. ആദ്യം ത്വത്സഹജം ചേർത്തിട്ട് ത്വത്സഹജം. തഥാ അർപ്പിതം അപി ചേർത്തിട്ട് തഥാർപ്പിതമപി. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്നേഹേന ന അഹൻ അസൗ ചേർത്തിട്ട് നാഹന്നസൗ. ദുഷ്ടാനാം അപി ദുഷ്ടാനാമപി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീര ഏകദ ചേർത്ത് ചൊല്ലുമ്പോൾ ധീരേകദ അങ്ങനെ നിർത്താം. ഗൃഹാനശ്ചികുരേഷു താം ഖലമതിശൗരേശ്ചിരം സാന്ത്വനൈർന്നോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിര പ്രീതോഥയാതോ ഗൃഹാൻ. ആദ്യം ത്വത്സഹജം തഥാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ. ദുഷ്ടാനാമപി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേകദ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.